ഹായ് മക്കൾസ്, വെൽക്കം ടു എജുപോർട്ട്. എല്ലാ മക്കൾസിനും എജുപോർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോ വിശേഷ ദിവസങ്ങളും അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേയ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യനുമായിട്ട് എന്നും വരാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേന്റെ ക്വസ്റ്റ്യൻസ് തന്നു, അതുപോലെ തന്നെ ലൂണാർ ഡേന്റെ ക്വസ്റ്റ്യൻസ് തന്നു. ഇപ്പൊ ഇതാ പിന്നെ അതുപോലെ തന്നെ റീഡിംഗ് ഡേ, വായനാ ദിനം, അന്ന് മുതലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തോന്നുന്നു അല്ലെ. ഇനി ഇപ്പൊ കൃത്യമായിട്ട് എല്ലാ സ്കൂളിലും നടക്കുന്ന മറ്റൊരു ക്വിസ് കോമ്പറ്റീഷനിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇത്, നമ്മുടെ ഗാന്ധി ജയന്തി. അറിയാം നമുക്ക് എല്ലാവർക്കും ഒക്ടോബർ 2 സ്കൂൾ ലീവാണ്. അപ്പൊ അത് മിക്കവാറും നടക്കുന്നുണ്ടാവാം നാളെ ആയിരിക്കും മിക്കവാറും സ്കൂളുകളിൽ നടക്കുക. ചില സ്കൂളുകൾ എന്ത് ചെയ്യുന്നത് പിറ്റന്നാളും നടക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. ഞാൻ ഫുൾ മാർക്ക് എന്നൊന്നും പറയുന്നില്ല, നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പൊ നമ്മൾ ഗാന്ധി ക്വിസിൽ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഗാന്ധിജി എവിടെയാണ് ജനിക്കുന്നത്, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ മുഴുവൻ പേര് ഇതൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ജന്മസ്ഥലം, ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഗാന്ധിജിയുടെ ജന്മസ്ഥലം വരുന്നത് എവിടെയാണ്, പോർബന്തറിലാണ്. ഗാന്ധിജിയുടെ ജന്മസ്ഥലം വരുന്നത് പോർബന്തറിലാണ്, ഗുജറാത്തിലാണ്. അതും കൂടി മനസ്സിലാക്കണം. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഏത് സംസ്ഥാനമാണ് ഈ പോർബന്തർ എന്ന് ചോദിക്കും. ചിലപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനും ചോദിക്കും. ഗാന്ധി ജനിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിക്കും. ഗുജറാത്തിലെ പോർബന്തർ എന്നുള്ള സ്ഥലത്താണ് ജനിക്കുന്നത്. ഗാന്ധിയുടെ അച്ഛന്റെ പേരെന്താണ് എന്തെന്ന് പറയുന്നത്, കരംചന്ദ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കരംചന്ദ് ഗാന്ധി. അപ്പൊ അതാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയിലേക്ക് എത്തുന്നത്. ഇനി ഗാന്ധിജി ജനിച്ച വർഷമാണ് ഏതെന്ന് പറയുന്നത്, ഒക്ടോബർ 2 ജനിച്ചതെന്നുള്ള മാസവും ദിവസവും ഒക്കെ നിങ്ങൾക്കറിയാം, ഒക്ടോബർ 2 പക്ഷെ വർഷം ഇപ്പോഴും ഏത് വലിയ ആളുകളോട് ചോദിക്കുമ്പോഴും, ചിലപ്പോൾ അല്ലെങ്കിൽ കുറച്ച് മറ്റേ വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുമ്പോൾ, സാറേ ഞങ്ങൾക്ക് ഇയർ ഓർമ്മയില്ല എന്ന് പറയും. ഓക്കെ, ഇയർ ഇനി പഠിച്ചു വെച്ചോളൂ. ഇനി നിങ്ങൾ മറന്നു പോരുത്, 1869 1869 ഒക്ടോബർ 2 നമ്മളെല്ലാവരും മഹാത്മാ എന്നറിയപ്പെടുന്ന ഗാന്ധിജി ജനിക്കുന്നത്. ഓക്കെ അല്ലേ, പോർബന്തറിലാണ്. ഗാന്ധിജിയുടെ മുഴുവൻ പേര് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ആരാണ് ഈ കരംചന്ദ് ഗാന്ധി, അത് അച്ഛന്റെ പേരാണ്. ഓക്കെ, ഇനി ഗാന്ധിജിക്ക് എത്ര സഹോദരന്മാരുണ്ടായിരുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ പഠിക്കണോ, ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. ഗാന്ധിജിക്ക് എത്ര സഹോദരന്മാരാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പേരൊന്നും അങ്ങനെ ചോദിക്കാറില്ല. നിങ്ങളോട് പഠിക്കേണ്ടത്, നിങ്ങൾ എത്ര സഹോദരന്മാരാന്ന് ചോദിക്കുമ്പോൾ 2 സഹോദരന്മാരാണ്. അപ്പൊ നമ്മളൊരു ബേസിക് കാര്യങ്ങളാണ്, അടിസ്ഥാന കാര്യങ്ങളാണ് പഠിച്ചു വരുന്നത്. 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിക്കുന്നത് ഗുജറാത്തിലെ പോർബന്തറിലാണ്. 1869 ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അച്ഛന്റെ പേരെന്തായിരുന്നു, കരംചന്ദ് ഗാന്ധി എന്നാണ്. എന്നാൽ നമ്മൾ അറിയപ്പെടുന്ന ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്താണെന്ന് നോക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. 2 സഹോദരന്മാരാണുള്ളത്. എന്നാൽ ഗാന്ധിയുടെ കുട്ടിക്കാലത്ത്, നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ, എന്റെ പ്രായത്തിലൊക്കെ, ഞാനും കുട്ടിയല്ലേ, ഓക്കെ, ഞാൻ കുട്ടിയല്ലെങ്കിൽ പോട്ടെ, നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഗാന്ധിജി സ്കൂളിൽ വെച്ചിട്ട് ഒരു വാക്ക് തെറ്റിക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ ഒരു കേട്ടെഴുത്ത് എഴുതിച്ചു. എന്താണ് ഒരു കേട്ടെഴുത്ത് എന്ന് വെച്ചാൽ ഒരു വാക്ക് കൊടുക്കാതെ എന്ത് ചെയ്യുക, എവിടെ നോക്കാതെ ഇതാ. അങ്ങനെ തെറ്റായി എഴുതിയ ഒരു വാക്കുണ്ടായിരുന്നു, കെറ്റിൽ എന്നുള്ള വാക്കാണ്. അതൊരു ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിട്ട്. ഒരു വലിയ ക്ലാസ്സിലുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉപജില്ലാ തലങ്ങളിലൊക്കെ പോകാനുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റൻ ഉണ്ടാക്കും. ഗാന്ധിജി സ്കൂൾ കാലഘട്ടത്തിൽ ഒന്ന് തെറ്റിച്ചൊരു കേട്ടെഴുത്ത്, ഇൻസ്പെക്ടർ നടത്തിയ ഒരു കേട്ടെഴുത്ത് ഉണ്ടായിരുന്നു, അത് തെറ്റിച്ചെഴുതിയ വാക്ക് ഏതാന്ന് ചോദിക്കും. ആ വേർഡാണ് കെറ്റിൽ എന്നാണ് ആ വേർഡിന്റെ പേര്. ഓക്കെ, ആ വേർഡിന്റെ പേരല്ല, ആ വേർഡ്. ഓക്കെ, ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് നമുക്കറിയാം, ഏതായിരുന്നു, കസ്തൂർബ എന്നാണ് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര്. ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്താ, കസ്തൂർബ ഗാന്ധി എന്ന് കേട്ടിട്ടില്ലേ, കസ്തൂർബ. പിന്നെ അതുപോലെ തന്നെ ഗാന്ധിജി ലണ്ടനിലേക്ക് ഉപരിപഠനാർത്ഥം കപ്പൽ കയറിയ വർഷം. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലേക്കും പോകുന്നുണ്ട്, അതുപോലെ തന്നെ ലണ്ടനിലേക്കും പോകുന്നുണ്ട്. ലണ്ടനിൽ പോയത് 1887. അപ്പൊ നമുക്കറിയാം ഗാന്ധിജി എന്താണ് ഗാന്ധിജിയുടെ പ്രൊഫഷൻ. ഗാന്ധിജിയുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ലോയർ ആണ്. എന്താണ് മക്കളെ ലോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വക്കീൽ എന്ന് പറയും, വക്കീൽ. ഗാന്ധിജിയുടെ പ്രൊഫഷൻ, ജോലി എന്തായിരുന്നു, വക്കീലായിരുന്നു, അല്ലെങ്കിൽ അഡ്വക്കേറ്റ്, ലോയർ ആയിരുന്നു ഗാന്ധിജി. അപ്പൊ തന്റെ പഠനത്തിന് ആവശ്യമായ നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ലണ്ടനിലേക്കൊക്കെ പോകുന്നില്ലേ, ലണ്ടനിലേക്ക് പോകുന്നുണ്ട്, അയർലാൻഡിലേക്ക് പോകുന്നുണ്ട്, കാനഡയിലേക്ക് പോകുന്നുണ്ട്, അമേരിക്കയിലൊക്കെ നമ്മുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടി, അല്ലെങ്കിൽ തുടർ പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോകും. അങ്ങനെ ഗാന്ധിജി തന്റെ ഉപരിപഠനം അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് വേണ്ടി ഗാന്ധിജി എവിടേക്ക് പോയാണ്, ലണ്ടനിലേക്ക് പോയ വർഷം ഏതെന്ന് വെച്ചാൽ മനസ്സിലാക്കണം മക്കളെ, 1887 1887 ഗാന്ധിജി പോകുന്നത്. അപ്പൊ ലണ്ടനിൽ പോകുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ
കൂടുതൽ നിങ്ങൾക്ക് ചോദിക്കുക സൗത്ത് ആഫ്രിക്കയിലാണ്. കാരണം അവിടെ വെച്ചിട്ടാണ് നമ്മൾ അറിയപ്പെടുന്ന ഗാന്ധിജി ആവുന്നത്. അന്ന് വരെ ഗാന്ധിജി ഒരു സാധാരണ ഒരു വക്കീലായിട്ടുള്ള മനുഷ്യൻ മാത്രമാണ്. പക്ഷേ പിന്നീടാണ് സമരത്തിലേക്കൊക്കെ ഗാന്ധിജി എന്ത് ചെയ്തത് വന്നു തുടങ്ങി. അങ്ങനെ ഗാന്ധിജി ആദ്യമായി രൂപം കൊടുത്ത സംഘടന, ഗാന്ധിജി ആദ്യമായിട്ട് രൂപം കൊടുത്ത ഒരു സംഘടന ഉണ്ടാക്കിയിരുന്നത് അതാണ് വെജിറ്റേറിയൻ ക്ലബ്ബ്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ രൂപീകരിച്ച ഒരു ക്ലബ്ബാണ് ആദ്യത്തെ സംഘടന എന്ന് പറയുന്നത്. ഏതായിരുന്നു? ഇംഗ്ലണ്ടിൽ രൂപീകരിച്ച വെജിറ്റേറിയൻ ക്ലബ്ബ്. അതുപോലെ തന്നെ ബൈബിളിലെ ഏത് ഭാഗമാണ് ഗാന്ധിജി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബിളിൽ ഒരുപാടുണ്ടല്ലോ, ബൈബിള്, രാമായണം, ഖുർആൻ, ഇങ്ങനത്തെ ഒരുപാടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ബൈബിളിൽ ഏറ്റവും സ്വാധീനിച്ച അല്ലെങ്കിൽ ഗാന്ധിക്ക് ആ ഒരു സംഭവം മനസ്സിലായി, അതെന്ന് വെച്ചാൽ ഗിരിപ്രഭാഷണമാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ക്രിസ്ത്യൻ മതത്തിലുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും എന്താണ് ഗിരിപ്രഭാഷണം. എനിക്കും കൂടുതലായിട്ട് അറിയണമെന്നില്ല, പക്ഷെ ഇതിൽ അറിയും. ആ ഗിരിപ്രഭാഷണത്തിലാണ് എന്ത് ചെയ്യുന്നത് ഗാന്ധിജി ഏറ്റവും കൂടുതൽ ബൈബിളിൽ സ്വാധീനിച്ചത്. അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയിലെ പ്രശ്നങ്ങൾ ഗാന്ധിജിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഗാന്ധിജിയുടെ ജീവിതത്തിലെ വൈത്തിരിവായ സംഭവം എന്താണ്? നടന്ന സ്ഥലം ഏതാണ്? ഗാന്ധിജി ഒരു റെയിൽവേ സ്റ്റേഷനിൽ എന്ത് ചെയ്യാണ്? ഒരു ട്രെയിൻ കയറിയിട്ട് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പോവാണ്. എവിടെ വെച്ചിട്ട്? സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ട്. എവിടെ വെച്ചിട്ടാണ്? സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ട്, ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ട് ഗാന്ധിജി ഒരു ട്രെയിൻ യാത്ര നടത്താൻ. അവിടെ വെച്ചിട്ടാണ് ഗാന്ധിജിക്ക്, നമ്മൾ അറിയപ്പെടുന്ന ഗാന്ധിജി, ഒരു സമരത്തിലേക്കുള്ള ഒരു വൈത്തിരിവ് അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ട ഗാന്ധിജിയായി മാറുന്നത്. എവിടെ നിന്നാണ്? അതാണ് സൗത്ത് ആഫ്രിക്കയിലെ പീറ്റർമാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ. പീറ്റർമാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു കമ്പാർട്ട്മെന്റിൽ കയറിയപ്പോ ഗാന്ധിജിയെ എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷുകാരൻ കറുത്ത വർഗവും വെളുത്ത വർഗവും എന്ന് മാറ്റി നിർത്തപ്പെട്ട അവിടെ ആഫ്രിക്കയിൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന ആളുകൾക്കിടയിൽ ഗാന്ധിജിയെയും പിടിച്ചു പുറത്താക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? തൻ്റെ ഒരു വൈത്തിരിവ്. എനിക്ക് അഡ്വക്കേറ്റ് ആയിരുന്ന, വെൽ എഡ്യൂക്കേറ്റഡ് ആയിരുന്ന, വെൽ വിദ്യാസമ്പന്നനായിട്ടുള്ള എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാർ എത്ര ദുരിതം അനുഭവിക്കുന്നുണ്ടാവും. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് നമ്മൾ കാണുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയിൽ നിന്നും നമ്മൾ കാണുന്ന ഗാന്ധിജിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ, നമ്മൾ കാണുന്ന ഗാന്ധിജിയിലേക്കുള്ള ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത്. അത് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? പീറ്റർമാരിറ്റ്സ്ബർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട്. ഇനി ഏത് കക്ഷിയുടെ വക്കീലായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ജോലിയുടെ ആവശ്യമാർത്താണ് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത്? ഏത് കമ്പനിയുടെ ആവശ്യങ്ങൾക്കാണ്? ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി. ഈ കക്ഷിയുടെ വക്കീലായിട്ടാണ് ഗാന്ധിജി എവിടേക്ക് പോകുന്നത്? സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നത്. അപ്പൊ അതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് അധികം ഇത് കോമ്പറ്റീഷൻ ചോദിക്കില്ല, പക്ഷെ ഉപജില്ലാ തലത്തിലും ജില്ലാ തലത്തിലൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിന്ന് ബാരിസ്റ്റർ പരീക്ഷ അല്ലാതെ പാസ്സായ പരീക്ഷ ഏത്? 2 പരീക്ഷ പാസ്സായിട്ടുണ്ട്. ഈ ബാരിസ്റ്റർ പരീക്ഷ അല്ലാതെ പാസ്സായ ഒരു ഇതാണ് ലണ്ടൻ മെട്രിക്കുലേഷൻ പരീക്ഷ. എന്തായിരുന്നു? ലണ്ടൻ മെട്രിക്കുലേഷൻ പരീക്ഷ ഗാന്ധിജി പാസ്സായതാണ്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് വെച്ചാൽ അത് കൽക്കട്ട സമ്മേളനമാണ്. 1901 പങ്കെടുത്ത ഒരു സമ്മേളനമാണ് ഏതെന്ന് പറയുന്നത്? കൽക്കട്ട സമ്മേളനമാണ് ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുക്കുന്ന കോൺഗ്രസ് സമ്മേളനം. കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? കൽക്കട്ട സമ്മേളനമാണ്. ഗാന്ധിജിയുടെ ജീവിതത്തിൽ ആദ്യത്തെ ജയിൽ ശിക്ഷ എവിടുന്നാണ്? ജോഹന്നാസ്ബർഗ്, അതും ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. കാരണം പിന്നെ ഗാന്ധിജി അവിടെ ഫുൾ ടൈം സമരത്തിലായി. ഗാന്ധിജി എന്തായി? ഫുൾ ടൈം സമരത്തിലാവാൻ തുടങ്ങി. കാരണം ഗാന്ധിജി ഇറക്കി വിട്ടിരുന്നു. അത് ഗാന്ധിജിക്ക് വേണ്ടിയിട്ടല്ല. ഗാന്ധിജിക്ക് മനസ്സിലായി, വെൽ എഡ്യൂക്കേറ്റഡ് ആയി ഇങ്ങനെ ഇവിടുന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർ എത്രത്തോളം ദുരിതം അനുഭവിക്കുന്നുണ്ടാവും. തുടങ്ങി സമരം. അങ്ങനെ ഗാന്ധിജിയെ ആദ്യത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് ജോഹന്നാസ്ബർഗിലെ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ്. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയത്. പിന്നെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രത്തിന്റെ പേര് ഇന്ത്യൻ ഒപ്പീനിയൻ എന്നുള്ളതാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഒരു പത്രം നടത്തിയിരുന്നു, അതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമം ഏതാണ്? ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമം ഏതാണെന്ന് വെച്ചാൽ അത് സബർമതി ആശ്രമമാണ്. ഏതായിരുന്നു? സബർമതി ആശ്രമമാണ് ആദ്യത്തെ ആശ്രമം. അഹമ്മദാബാദ്. പിന്നെ ഗാന്ധിജി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കുറെ പ്രാദേശിക സമരങ്ങൾ നടത്തിയിരുന്നു. ഗാന്ധിജി ഇവിടെ വന്നപ്പോൾ കുറെ സമരങ്ങൾ നടത്തിയിരുന്നു. സമരങ്ങൾ പെട്ടെന്ന് ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ട് സമരങ്ങളിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ നടത്തിയ സമരമാണ് 1917 ഇവിടെ എഴുതുന്നുണ്ട്. 1917 നടത്തിയൊരു സമരമാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം. അത് ബീഹാറിലാണ് നടക്കുന്നത്. എവിടെയായിരുന്നു? ബീഹാറിലാണ് ഏത് നടക്കുന്നത്? നീലം കർഷകരുടെ സമരം നടക്കുന്നത്. 1918 അടുത്ത പ്രാദേശിക സമരമാണ് തുണിമിൽ സമരം. ഏതായിരുന്നു? തുണിമിൽ സമരം. അത് നടക്കുന്നത് ഗുജറാത്തിലായിരുന്നു.
ഗുജറാത്തിലായിരുന്നു അത് നടക്കുന്നത്. അടുത്തതായിരുന്നു അതേ വർഷം തന്നെ 1918 തന്നെ കേഡയിലെ കർഷക സമരം നടക്കുന്നത്. ഇതായിരുന്നു ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. അത് എവിടെ തന്നെയാണ്? ഗുജറാത്തിൽ തന്നെയാണ് നടക്കുന്നത്. അത് എവിടെ തന്നെ നടക്കുന്നത്? സെയിം സ്ഥലത്ത് തന്നെയാണ്, ഗുജറാത്തിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പൊ ചോദിച്ചത് അഹമ്മദാബാദിലെ തുണിമിൽ സമരം നടന്നത്, മക്കളെ നോക്കിക്ക് ഏത് വർഷമാണ്? 1918. ആൻസർ കണ്ടോ? 1918 എന്ത് നടക്കുന്നത്? അഹമ്മദാബാദിലെ തുണിമിൽ സമരം നടന്നത്. അതെന്തായിരുന്നു കാരണം എന്നറിയാം മക്കളെ? ഒരു അസുഖം വന്നിരുന്നു അവിടെ, പ്ലേഗ് എന്നുള്ള അസുഖം. അങ്ങനെ ആ അസുഖത്തിൽ ആരും പണിക്ക് പോകാതെ ഇപ്പൊ ബ്രിട്ടീഷുകാർ ഒരു സംഭവം ഇറക്കി, ഇപ്പം വരുന്ന ആളുകൾക്ക് ഡബിൾ കൂലി തരാന്ന് പറഞ്ഞു, പൈസ ഡബിൾ തരാന്ന് പറഞ്ഞു, കൂട്ടിത്തരാന്ന് പറഞ്ഞു. എന്നിട്ട് അസുഖം നിന്ന് കഴിഞ്ഞപ്പോൾ അത് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു. അതായിരുന്നു പ്രശ്നം. പിന്നെ ഗാന്ധിജി എഴുതിയ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകം ഏതാ? ഹിന്ദ് സ്വരാജ് അല്ലെങ്കിൽ ഇന്ത്യൻ ഹോം റൂൾ. ഹിന്ദ് സ്വരാജ് എന്ന് പഠിച്ചാൽ മതി കേട്ടാ. ഹിന്ദ് സ്വരാജ് അല്ലെങ്കിൽ ഇന്ത്യൻ ഹോം റൂൾ, ഇതായിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം എന്ന് പറഞ്ഞത്. ഇനി ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ സത്യാഗ്രഹ സമരത്തിന് ശേഷം ഇന്ത്യയിൽ എത്തിയ വർഷം, അവിടുത്തെ സമരങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ത്യയിൽ എത്തിയ വർഷം 1915. പിന്നെ പൂർണ്ണമായിട്ട് ദക്ഷിണാഫ്രിക്ക ഉപേക്ഷിച്ചിട്ട് എവിടെയൊക്കെ വരാണ്? ഇന്ത്യയിലെ സമരത്തിൽ മാത്രം ഒത്തുകൂടുകയാണ്. 1915 എന്ത് ചെയ്യുന്നത്? ഗാന്ധിജി സമരം നടത്തി. ഗാന്ധിജിയുടെ തന്റെ രാഷ്ട്രീയ ഗുരുവായി കണ്ട വ്യക്തി ആരാണ്? അത് ഗോപാലകൃഷ്ണ ഗോഖലെ. അതെന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഏതെന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇങ്ങനെ സിമ്പിൾ ഇട്ട് നന്നായിട്ട് പഠിച്ചോളാം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ് പറയേണ്ടത്? അത് നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായി ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച വർഷം, ആത്മകഥ ഏതാ? യങ് ഇന്ത്യ. 1927. ഏതായിരുന്നു ഇംഗ്ലീഷിൽ ഉണ്ടാക്കിയത്? യങ് ഇന്ത്യ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ്? എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ. എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ. ഓക്കെ അല്ലേ? ഇനി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച രണ്ടാമത്തെ ആശ്രമം, ഇവിടെ സബർമതി ആശ്രമം വേറെ ഉണ്ട്. ടോൾസ്റ്റോയ് ഫാം എന്നുള്ളത് എവിടെ ഉണ്ടായി? ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടാക്കിയ ഒരു ആശ്രമമായിരുന്നു. ആരുടെ ആയിരുന്നു? ഗാന്ധിജിയുടെ രണ്ടാമത്തെ ആശ്രമമാണ് ടോൾസ്റ്റോയ് ഫാം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരം, മക്കളെ നമ്മളിവിടെ ഒരു ലിസ്റ്റ് ചെയ്ത് തന്നില്ല, കണ്ടോ? ആദ്യത്തേതാ? നീലം കർഷകരുടെ സമരം. ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം കണ്ടോ? ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരനിലെ നീലം കർഷകരുടെ സമരമായിരുന്നു ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം എന്ന് പറയുന്നത്. ഗാന്ധിയുടെ ആത്മകഥ ആദ്യമായി പ്രസിദ്ധീകരിച്ച വാരികകൾ ഏതായിരുന്നു? യങ് ഇന്ത്യ, നവജീവൻ. ഇവരായിരുന്നു ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. ഈ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്ത വർഷം 1920. അതുവരെ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു, പക്ഷെ നേതൃത്വം എന്ത് ചെയ്തിട്ടില്ല? ഏറ്റെടുത്തിട്ടില്ല. 1920 ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. വൈക്കം സത്യാഗ്രഹം. ഗാന്ധിജി കേരളത്തിൽ വന്നിരുന്നു. ഗാന്ധിജി ഒന്ന് ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ടാണ് വന്നത്. പിന്നെ വന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ മറന്നുപോകരുത്, അലി സഹോദരന്മാർ എന്നറിയപ്പെടും, മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. അതേപോലെ തന്നെ ഗാന്ധിജി പിന്നെ വൈക്കം സത്യാഗ്രഹത്തിന് ഇവിടെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1924. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ താഴ്ന്ന ജാതികൾക്ക് എന്ത് ചെയ്യുക? കയറാൻ പറ്റുക, ആ ഭാഗത്തു കൂടെ ഒക്കെ, ആ പരിസരത്തു കൂടെ ഒക്കെ സഞ്ചരിക്കുക. അതായിരുന്നു അതിന്റെ കാരണം. ഗാന്ധിജിയെ സ്വാധീനിച്ച റഷ്യൻ ചിന്തകന്റെ പേര് ചെയ്തു. ഗാന്ധിജിയെ കണ്ടിട്ട് പുറത്തുള്ള ആളുകളൊക്കെ റോൾ മോഡൽ ആക്കിയിട്ടുണ്ട്. ഗാന്ധിജിയെ പറ്റിയിട്ട് ഒരു റോൾ മോഡൽ ആക്കിയിട്ടുണ്ട്. അങ്ങനെ റോൾ മോഡൽ ആക്കിയ റഷ്യൻ ചിന്തകന്റെ പേരാണ് ലിയോ ടോൾസ്റ്റോയ്. ലിയോ ടോൾസ്റ്റോയ്ക്ക് ഗാന്ധിജിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഗാന്ധിജിയെ സ്വാധീനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് കടന്നു വന്ന വ്യക്തി. ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെ വന്നതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അങ്ങനെയാണ് കടന്നു വരുന്നത്. കാരണം ഗാന്ധിജിയുടെ ഐഡിയോളജി, ആശയങ്ങള്, ഗാന്ധിജിയുടെ സമരരീതി നമ്മൾ കേട്ടിട്ടില്ലേ? ഈ കവിള് തടിച്ചാൽ മറു കവിള് കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് ഗാന്ധിജി. അതിന്റെ അർത്ഥം എന്താ? കവിള് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ നിൽക്കലാണ്? അല്ല. എന്നുവെച്ചാൽ സമരം അങ്ങനെയായിരിക്കും. ആയുധങ്ങൾ എടുത്തിട്ടോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിച്ചിട്ടോ അങ്ങനെ ഒന്നുമില്ല. സമരം വളരെ ലളിതമായിട്ടായിരിക്കും. അങ്ങനെ ഹിംസാത്മകമായിട്ടൊന്നുമില്ല, അഹിംസയാണ് ഗാന്ധിജിയുടെ സമരരീതി. അപ്പൊ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം. 1930 നടത്തിയ സമരമായിരുന്നു ഏത്? ഉപ്പ് സത്യാഗ്രഹം. ഇനി ഗാന്ധിജി ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച പത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ പേര് എഴുതുക. 3 ഉണ്ട്. ഒന്ന് ഹരിജൻ, യങ് ഇന്ത്യ, നവജീവൻ. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ പഠിച്ചു പോയുമ്പോൾ 3 എന്താണ്? ഗാന്ധിജി പ്രസിദ്ധീകരിച്ചിരുന്ന പത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എഴുതാൻ പറഞ്ഞു. 3 ഉണ്ട്. ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച രണ്ടാമത്തെ ആശ്രമം ഏതാ? സേവാഗ്രാം ആശ്രമം. ഒന്നാമത്തെ ഏതാ? സബർമതി. അപ്പൊ രണ്ടാമത്തെ ഏതാ? ടോൾസ്റ്റോയ് ഫാം. അതെവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. ഇവിടെ രണ്ടാമത്തത് ഏതാണ്? സേവാഗ്രാം ആശ്രമം. ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് ആദ്യം വിളിച്ചതാര്? പിന്നെ നമ്മളൊക്കെ വിളിക്കാറുണ്ട് രാഷ്ട്രപിതാവെന്ന്, പക്ഷെ ആദ്യം വിളിച്ച ആൾ ആരാണ്? അതാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അറിയില്ലേ? കണ്ണട കെട്ടിട്ട് ഇങ്ങനെ തൊപ്പിക്കെട്ടിട്ട് ചുള്ളൻ അല്ലെ ആയിട്ടുള്ള നല്ല അടിപൊളി മനുഷ്യനാണ്. അടിപൊളി നമ്മളെ പോരാട്ട വീര്യം ഉള്ള ആളാണ് സുഭാഷ് ചന്ദ്രബോസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിളിക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേര് കെ കേളപ്പൻ. കേരള അല്ലെ എന്തായിരുന്നു? കേരള അതിർത്തി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ അതിർത്തിയുടെ ആളെന്നറിയപ്പെടുന്ന ആളായിരുന്നു ആരെന്ന് പറഞ്ഞത്?
നമ്മുടെ കേളപ്പൻ എന്ന് പറയുന്നത്. ഇനി ഗാന്ധിജി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ച നടത്തിയ വർഷം 1925 1925 ശ്രീനാരായണ ഗുരുമായിട്ട് എന്ത് ചെയ്യുന്നത്, കൂടിക്കാഴ്ച നടത്തുന്ന ആര്, ഗാന്ധിജി. ഈ ലാസ്റ്റിലേക്ക് വാ, ക്വിറ്റ് ഇന്ത്യ സമരം. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന ഒന്നല്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡേ. ഇത് ചോദിക്കട്ടെ ചിലപ്പോ, ഡു ഓർ ഡേ. ഇത് പറഞ്ഞ വ്യക്തി ആരാണ്, ഡു ഓർ ഡേ, അത് ഗാന്ധിജിയാണ്. അതാരാണ്, ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജിയാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് വെച്ചാൽ ഇന്ത്യ വിടുക എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഒന്നല്ലെങ്കിൽ മരിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക, അതാണ് ഗാന്ധിജിയുടേത്. അത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെയാണ്. ആ ക്വിറ്റ് ഇന്ത്യ സമരം നടന്നതാണ് 1942. അതുപോലെ തന്നെ മക്കളെ, നിങ്ങൾക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ അറിയാണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യണം. അത് നമ്മുടെ എവിടെ ഉണ്ടായിരിക്കും, വാട്സപ്പ് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എവിടെ എത്താൻ പറ്റും, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി അന്തരീക്ഷ അയൽക്കൂട്ട പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത ഗാന്ധിയൻ ആരായിരുന്നു, അത് ഡി പങ്കജാക്ഷക്കുറിപ്പ്. പിന്നെ ഗാന്ധിജി വെടിയേറ്റ് മരിച്ച സമയം വൈകുന്നേരം 5:17. അറിയാലോ ആരാണ് വെടിവെച്ചത്, നാഥുറാം വിനായക് ഗോഡ്സെ എന്നുള്ള വ്യക്തിയാണ് ആരെ വെടിവെച്ചത്, നമ്മുടെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത്. 5:17 ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നത്. മരിച്ച ദിവസം എന്നാണ്, ജനുവരി 30. 1948 1948 ജനുവരി 30 ഗാന്ധിജി എന്ത് ചെയ്യുന്നത്, മരിക്കുന്നത്. ഇതോടുകൂടി ഗാന്ധി ജയന്തി ക്വിസ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി മക്കൾ മനസ്സിലാക്കേണ്ടത്, ഇതേപോലത്തെ ക്വിസ് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ അറിയിപ്പുകളൊക്കെ കിട്ടണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, ഒന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹാപ്പി ആയിട്ട് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയിട്ട് 1, 2, 3 സ്ഥാനങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.